അമ്പലത്തിൽ പോകാനുള്ള ആഗ്രഹം സഫലമായി. അമ്പലത്തിൽ പോയിട്ട് തൊഴുതു, ചുറ്റും എല്ലാം കണ്ട്, അമ്പലക്കുളവും എല്ലാം കണ്ടു. നല്ലൊരു ദേവീക്ഷേത്രമാണ് കേട്ടോ. പണ്ട് പണികൾ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ അമ്പലത്തിൻ്റെ. അത് കുറച്ച് വർഷങ്ങൾ തീരെ താഴെന്ന് പറഞ്ഞാൽ താഴ്ചയിൽ കിടന്നിരുന്ന ഒരു അമ്പലത്തിനെ ജാക്കി കൊണ്ട് അമ്പലം പൊക്കിക്കൊണ്ടുവരുന്ന ഒരു രംഗമാണ് അവിടെ കാണുന്നത്. അത് കുറച്ച് പണികൾ കഴിഞ്ഞു, ഇനി എന്നാൽ കുറേ കൂടി പണി കഴിയാനുണ്ട്. അതൊക്കെ കൂടെ കഴിയുമ്പോൾ ഇതിനാകും. എല്ലാ വർഷവും ഉത്സവം നടന്നുകൊണ്ടിരുന്ന ഒരു അമ്പലമാണ്. ഗരുഡൻ തൂക്കം എന്ന് പറയുന്നത് ആ അമ്പലത്തിലെ ഒരു വഴിപാടാണ്, പ്രത്യേക വഴിപാടാണ്. അതായത് ഉത്സവകാലത്ത് 10-ാം പതയെന്ന് പറയും. 10ാമത്തെ ഉത്സവത്തിൻ്റെ അന്ന് ഗരുഡൻ തൂക്കം എന്ന ഒരു വിശിഷ്ടമായ ഒരു വഴിപാടുണ്ട്. അത് ഓരോരുത്തർ വഴിപാട് ചെയ്യുന്നതാണ്. ആ ഒരു വഴിപാട് നടത്തി എല്ലാവരും തൃപ്തരാകാറുണ്ട്. അങ്ങനെയാണ്. അപ്പോൾ ഏകദേശം അതെല്ലാം കാണുകയും കേൾക്കുകയൊക്കെ ചെയ്തു. പായസം കഴിപ്പിച്ചു, വഴിപാടുകൾ കഴിച്ചു. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ തറവാട്ട് വീടുകളിലേക്ക് ഞങ്ങൾ പോവുകയും അവിടെ ചെന്ന് നമ്മളെല്ലാവരെയും കാണുകയും കണ്ട് സന്തോഷം പങ്കിടുകയും, എല്ലാവർക്കും 50 വർഷത്തിന് മുമ്പ് കണ്ടതല്ലേ, എല്ലാവർക്കും എന്തൊരു സന്തോഷമായിരുന്നു അറിയാമോ. അങ്ങനെ അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടുന്ന് ഏകദേശം 1 മണിയോടുകൂടി ഞങ്ങൾ അവിടുന്ന് തിരിച്ചു പോന്നു. ഒന്ന് വീട്ടിലെത്തി. ഇങ്ങനെ സുഖമായിട്ട്. ഇതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. അധ്വാൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യണേ. എല്ലാവരും ഒന്ന് തൊട്ട് കാണുമ്പോൾ ഒരു കൈയൊന്ന് അമർത്തുന്ന അതുകൊണ്ട് അതൊരു ഉപകാരമാണ്. എല്ലാവർക്കും ഒരു ഉപകാരമാണ്. എനിക്കും അതിലേറെ ഉപകാരമാണ്. നിങ്ങളെല്ലാവരും അത് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. മങ്കൊമ്പ് അമ്പലത്തിലേക്ക് പോകുകയാണ്. അമ്മയുടെ നാടാണ് അവിടെ. അപ്പോൾ നമ്മൾ ജനിച്ചു വളർന്ന നാടാണ്. വർഷങ്ങൾക്ക് ശേഷം ഏകദേശം ഒരു 50 വർഷത്തിന് മുൻപ് നമ്മൾ വന്നു പോയതാണ്. അപ്പോൾ അതിന് ശേഷം ആദ്യമായിട്ട് വരികയാണ്. ദേവി ക്ഷേത്രത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള പോക്കാണ് ഈ പോകുന്നത്. ഇപ്പോൾ രാമങ്കരി എത്തിയിട്ടുണ്ട്. അന്നത്തെക്കാളിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അന്നൊക്കെ നമ്മൾ പോയിരുന്നത് ജങ്കാർ കടന്നിട്ടൊക്കെ ആയിരുന്നു. ഇപ്പോൾ വെറും റോഡിൽ കൂടി ഫ്ലൈ ഓവറും ഇതും എല്ലാം ആയിക്കഴിഞ്ഞ് യാത്രയൊക്കെ വളരെ സുഖകരമായ യാത്രയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. രണ്ട് സൈഡിലും കാണാനൊക്കെ നല്ല നല്ല കാഴ്ചകളുണ്ട്. മീൻകാർ വന്നിരുന്നിട്ട് മീമിക്കുന്നത് അതാണ് ഭയങ്കര രസം കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു. രണ്ട് പുറത്തും പാടങ്ങളും ഉണ്ട്. കൊയ്ത്തൊക്കെ കഴിഞ്ഞ് കിടക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ. ഇത് ബ്ലോക്ക് പഠിക്കാം. ഈ പാലം നിർത്താൻ നമ്മൾ അത് ആൾക്കാർ ഇറങ്ങിക്കഴിഞ്ഞാൽ ചന്തയാണ് ബ്ലോക്ക്. കടന്നിരിക്കുകയാണ് വർഷങ്ങൾക്ക് ശേഷം. അമ്പലത്തിൽ തൊഴാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. അവിടേക്ക് സമർപ്പിക്കണം. അതാണ് അകത്ത് വെച്ചിട്ട് പുറത്തല്ലേ കിട്ടിയ എന്നാ വെച്ചിട്ടുള്ള മുമ്പിൽ താലം അല്ലേ? ആറാട്ട് കുളിക്കുന്നല്ലേ നമുക്കൊക്കെ പറഞ്ഞാൽ താലമായിരിക്കും. അല്ല, തൂക്കമുള്ളത്.
നിങ്ങളൊക്കെ സെറ്റപ്പിന് മൊത്തത്തിൽ കിട്ടണം.